അങ്ങനെ ഒരു ശ്മശാന ഭൂമി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ പരമ്പരയിലുള്ള ആളുകൾക്ക് ഒരു ശ്മശാന ഭൂമിയും അതല്ലാത്ത ഭൂമിയും ഒക്കെ തിരിച്ചറിയാൻ അവിടെ ചെന്ന് നിന്നാൽ മതി. ഈ സംസ്കൃതിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രത്തിൽ, ഈ സംസ്കാരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പലതരത്തിലുള്ള വളച്ചൊടിച്ചിക്കലുകൾ ബോധപൂർവം ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടുത്തെ മൂർത്തി എന്നുള്ളതല്ല, കാരണം അത് ഭാരതത്തിലെ മൊത്തമുള്ള ദേവതകളും ഋഷിമാരും അനുഗ്രഹിച്ച മണ്ണാണ്. ആസ്വദിച്ച് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കാൻ പോയിട്ട് തെളിഞ്ഞു വന്ന ഒരാളാണ് പറയാം. അതെ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിലൊരു എനിക്ക് തോന്നുന്നു വിദ്വൽ സംഗമം നടന്നിട്ടുണ്ട്. സാംസ്കാരിക എല്ലാ രീതിയിലും അന്ന് ഒരുപക്ഷെ 12 വർഷത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതും ചർച്ച ചെയ്ത് അവിടെ വെച്ചിട്ടായിരിക്കാം. അതിനുശേഷം പിന്നെ വെട്ടും കുത്തും യുദ്ധവുമായി മാറിയ സംഭവം. പക്ഷെ നമ്മൾ ഈ നല്ലതെല്ലാം വേണ്ട എന്ന് തീരുമാനിച്ചത്, ഈ മോശം മാത്രം എടുത്താൽ മതി എന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ പുറകിൽ എന്താ ശക്തി? അധിനിവേശ ശക്തികൾ. അതായത് ഇപ്പോൾ ഇവിടുത്തെ കാര്യത്തിന് ബ്രിട്ടീഷുകാർ നിർത്താൻ കഴിഞ്ഞു. ഈ യുദ്ധത്തിനെ തുടർന്ന് 250 വർഷം കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലാണ് അത് നിർത്തുന്നത്. നിരോധിച്ചു തന്നെ ആയിരിക്കും. നിരോധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നടത്തണ്ട എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചാൽ പിന്നെ നടത്താൻ കഴിയില്ല. കുംഭമേളയിൽ കുളിക്കാൻ 3 രൂപ അതാണ് ഞാൻ പറയുന്നത്. അതായത് ബ്രിട്ടീഷ് കാലത്ത് കുംഭമേളയിലെ സ്നാനത്തിന് അന്നത്തെ 3 രൂപ നികുതി ഏർപ്പെടുത്തി. എന്നിട്ട് അഖാഡകളിലെ സന്യാസിമാർ വലിയ രീതിയിലുള്ള യുദ്ധം ചെയ്തിട്ടാണ് അവിടെ സ്നാനം ചെയ്തിരുന്നത്. യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചിട്ടാണ് സ്നാനം ചെയ്തിരുന്നത്. അന്നത്തെ 3 എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര രൂപയാവും ഏതാണ്ട് വെറുതെ പറയുകയാണെങ്കിലും നമുക്ക് 10,000-ങ്ങളിൽ കടന്ന് ചിന്തിക്കേണ്ടി. അത്രയും രൂപ കൊടുത്തിട്ട് വേണം ഒരാൾക്ക് സ്നാനം ചെയ്യാനുള്ള അവസ്ഥ അവരുണ്ടാക്കി. അതായത് ആരും വരണ്ടെന്നർത്ഥം. ആരും വരണ്ട. കാരണം അന്നും ഇന്നും ഒന്നുമില്ലാത്ത സന്യാസിമാരാണ് ഇത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവിടെ ഇത് വയ്ക്കുന്നത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെച്ച് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ധർമ്മത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ ആദ്യം തിരിച്ചറിയുക സന്യാസിമാരാണ്. അപ്പം അതുകൊണ്ടാണ് ഭാരതത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം സന്യാസിമാർ നയിച്ചതാണ്. ബംഗാളിൽ നിന്ന് തുടങ്ങുന്ന സന്യാസി കലാപം എന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ വിളിച്ച സ്വാതന്ത്ര്യ സമരം. അത് ആശ്രമങ്ങളിൽ നിന്ന് ആശ്രമങ്ങളിലേക്കും, ആശ്രമങ്ങളിൽ നിന്ന് ഉപദേശമായി മന്ത്രപുഷ്പമായി സൈനിക താവളങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടാണ് ആ കലാപം ഉണ്ടാകുന്നത്, സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. അതിൻ്റെ റെക്കോർഡാണ് ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ. ബങ്കിംചന്ദ്ര ചാറ്റർജി ശരിക്കും സത്യമായ അനുഭവ കഥയാണ്. അതിലാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഉള്ളത്. ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് വയലാറിൻ്റെ ബലികുടീരങ്ങളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ വല്ല കഥയുണ്ടോ? അല്ല, ബലികുടീരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സമയത്ത് രചിക്കപ്പെട്ടതാണ്. അത് പിന്നെ അതിലുണ്ടായിരുന്ന പൊൻകൊടി മാറ്റി പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് ചെങ്കൊടി. പക്ഷെ അപ്പോഴും ഗംഗയിൽ താമരമുകളങ്ങൾ വിളിഞ്ഞത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ആ പാട്ട് അത്യാവശ്യം എവിടെയും പാടാറില്ല എന്നാണ്. അത് വേണ്ട, ചെമ്പരത്തി പൂവാണെങ്കിൽ ആലോചിക്കാം എന്നർത്ഥം. അതെ, ചെവിയിൽ വയ്ക്കാം. ഈ അങ്ങ് പറഞ്ഞപ്പോൾ പട്ടാള ക്യാമ്പുകളിലൂടെ പുഷ്പങ്ങൾ കൈമാറിയത് ഈ ഒരുപക്ഷെ ഈ പാട്ടിൽ പറയുന്ന താമരയാണ് താമരയാണ് ആണ് അല്ലേ? അപ്പോൾ ആ താമര കൈമാറുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനും കൂടെ അല്ല, ആ താമര മന്ത്രപുഷ്പമാണ്. അപ്പോൾ അതിൻ്റെ ആ താമരയുടെ ഉള്ളിൽ തന്നെ ഈ പരമ്പരയിലുള്ള ആളുകൾക്ക് മനസ്സിലാകാവുന്ന സന്ദേശങ്ങളാണ് അവർ കൈമാറ്റം ചെയ്തിരുന്നത്. ബ്രിട്ടീഷുകാർ പരിശോധിക്കുമ്പോൾ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ പരമ്പരയിലുള്ള ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെത്താൻ. ഇപ്പോൾ പഴയ കാലത്തെല്ലാം അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ പൈയുടെ വില നിർണ്ണയിച്ചത് പോലും മനോഹരമായിട്ടുള്ള ശ്ലോകത്തിലാണ്. അപ്പോൾ അത് വായിച്ചാൽ ഇത് പൈയുടെ വിലയാണെന്ന് ആർക്കും, പുറത്തുനിന്നുള്ള ആളുകൾക്കാർക്കും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല, ആ രീതിയിൽ പഠിക്കാത്ത ആളുകൾക്ക്. ഇപ്പോൾ തിരുനാവായ ഭാഗത്ത് പോയിട്ട് നമ്മൾ നടന്ന് കാണുന്ന സമയത്തോടെ ചരിത്ര സ്മാരകങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. ആർക്കിയോളജിയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിരുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മണിക്കിണറിൽ മാമാങ്കത്തിൽ മരിച്ച ആൾക്കാരുടെ ശവം മുഴുവൻ അതിൽ കൊണ്ടിട്ട് ആനയെ കൊണ്ട് ചവിട്ടി അമർത്തി എന്നാണ് പറയുന്നത്. അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു തോന്നൽ, ഇത് മണിക്കിണറാണോ എന്നൊരു തോന്നലുണ്ട്. അങ്ങ് അവിടെ പോയി നിന്ന് കണ്ടപ്പോൾ എന്താണ് അതിൻ്റെ ഒരു? അല്ല, അങ്ങനെ ഒരു ശ്മശാന ഭൂമി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ പരമ്പരയിലുള്ള ആളുകൾക്ക് ഒരു ശ്മശാന ഭൂമിയും അതല്ലാത്ത ഭൂമിയും ഒക്കെ തിരിച്ചറിയാൻ അവിടെ ചെന്ന് നിന്നാൽ മതി. രണ്ടാമത്തെ കാര്യം, യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ശത്രുപക്ഷത്തുള്ള ആളാണെങ്കിൽ പോലും ആ ആളെ വീരയോദ്ധാവായി മാനിച്ച് നമസ്കരിക്കുന്ന സംസ്കൃതിയാണ് ഇവിടെയുള്ളത്. ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രിയാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിലൊക്കെ ആ സമയം കൊണ്ടും അവിടുത്തെ ഉള്ള ഇതുകൊണ്ടുമൊക്കെ ചില കുറവുകളുണ്ടായേക്കാം. ഇപ്പോൾ ഭാരതപ്പുഴയിൽ തന്നെ തിരുവില്ലാമല ഐവർ മഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം, അതായത് മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാർ, അന്നത്തെ സൈനികർ
മോക്ഷം കിട്ടാതെ പ്രേതങ്ങളായിട്ട് പഞ്ചപാണ്ഡവരെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നും ബന്ധുക്കൾ തന്നെ അല്ലേ? ബന്ധുക്കളാവാം, മറ്റൊരാവും. അവിടെ ഉള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എല്ലാ ആളുകളും അതിന് കാരണക്കാരായി പറഞ്ഞ നൽകി ഇവരുടെ പുറകെ അല്ലേ? അല്ല, അവശേഷിച്ചത് അവർ മാത്രമാണ്. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളവർ അവർ മാത്രമാണ്. കാരണക്കാരെന്നുള്ളതല്ല, പരമ്പരയിലെ ബാക്കിയുള്ള ആൾക്കാർ. മൊത്തം പരമ്പരയിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ, അതായത് പഞ്ചപാണ്ഡവരുടെ മക്കൾ പോലും അവശേഷിച്ചിരുന്നില്ല. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇലയങ്ങ് തുടച്ചു വഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധം 18-ാം ദിവസം പോലെ എന്ന് പറയും. ഒന്നും ബാക്കി ഉണ്ടാവില്ല. അവൻ്റെ എല്ലാം മഹാഭാരതം 18-ാം ദിവസം പോലെ ശൂന്യം. കാരണം അവർ അവസാനത്തെ ഇതിൽ അശുദ്ധമാവും ഒക്കെ പാണ്ഡവരുടെ അവശേഷിച്ചിരുന്ന മക്കളെ പോലും കൊന്നു കളഞ്ഞിരുന്നു. അപ്പം അതുപോലെ ബാക്കിയുണ്ടായിരുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ബാക്കിയുണ്ടായിരുന്നത് ഇവർ മാത്രമാണ്. അപ്പോൾ അവർ പ്രേതങ്ങളായിട്ട് പിന്തുടർന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ പല സ്ഥലത്തും പോയി പലതരത്തിലുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്ത്, ശ്രാദ്ധത്തിനെ പൊതുവിൽ പ്രായശ്ചിത്തം എന്നുള്ള നിലയിലാണ് പറയും, പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും അവർക്ക് മുക്തി ലഭിച്ചില്ല. അപ്പം അങ്ങനെ കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം ഇവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് ഐവർമഠം വന്ന് അന്ത്യേഷ്ടി, പുനഃസംസ്കാരം അടക്കമുള്ള, മൃതദേഹം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ മൃതദേഹം ദഹിപ്പിക്കുന്നത് വിധിപ്രകാരമല്ല ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചമത കൊണ്ടോ ദർഭം കൊണ്ടോ ശരീരം കെട്ടിയുണ്ടാക്കിയിട്ട് അതാണ് ശരീരം സങ്കല്പിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള അതിലേക്ക് ആ പ്രാണനെ ചേർത്ത് എല്ലാ ശ്മശാന ക്രിയകളും ചെയ്തുകൊണ്ട് ചെയ്യുന്ന പുനഃസംസ്കാരം അടക്കമുള്ള ക്രിയകൾ ചെയ്ത് ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്തപ്പോൾ പ്രേതങ്ങൾ പിതൃക്കളായിട്ട് പുഴ കടന്നു പോയി എന്നാണ്. അപ്പോൾ അങ്ങനെയാണ്, അതായത് അതിൽ ശത്രുപക്ഷത്തുള്ള സൈനികർക്ക് കൂടിയിട്ട് അവിടെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സംസ്കൃതി ഉള്ളത്. അപ്പോൾ അതിനുശേഷം അവിടെ ഭാരതഖണ്ഡം എന്നാണ് പറയുക. അതൊക്കെ കൂടിയും ബന്ധപ്പെട്ടിട്ടാണ് ഭാരതപ്പുഴയ്ക്ക് ഭാരതപ്പുഴ എന്നുള്ള പേര്. പിന്നെ ഇവിടെ ഭാരതവുമായി നേരിട്ട് ബന്ധമുള്ളൊരു ഭൂമി എന്ന നിലയ്ക്ക്. അതെ. പിന്നെ തിരുനാവായയിൽ ബ്രഹ്മദേവൻ്റെ യാഗത്തിന് ഭാരതത്തിലെ മുഴുവൻ പുണ്യതീർത്ഥങ്ങളും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ മൊത്തം പുഴയായിട്ട് ഭാരതപ്പുഴ മാറുകയും ചെയ്തു. വേറെ അങ്ങനെ ഒരു പേരില്ല. വേറെ ഭാരതത്തിൽ ഭാരതപ്പുഴ എന്നുള്ള പേരിൽ, ഭാരതത്തിൻ്റെ പേരിൽ വേറൊരു നദിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവരെ എടുത്തുകൊണ്ട് മണിക്കിണറിൽ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതൊന്നും ഈ പാരമ്പര്യത്തെ അറിയുന്ന ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല അവിടെ ചുടലപ്പറമ്പ് എന്ന് പറയുന്ന വേറൊരു ഭൂമിയുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം ഈ സംസ്കൃതിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രത്തിൽ, ഈ സംസ്കാരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പലതരത്തിലുള്ള വളച്ചൊടിച്ചിക്കലുകൾ ബോധപൂർവം ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടെ മരുന്നറ എന്ന് പറഞ്ഞിട്ട് മരുന്ന് ശേഖരിക്കാനാണെന്നാണ് പറയുന്നത് യുദ്ധത്തിൽ. കാരണം ഇത് യുദ്ധവും വ്യാപാരമേളയും മാത്രമാക്കേണ്ട ആവശ്യക്കാരുടെ, അതായത് യുദ്ധത്തിൽ പരിക്കുപറ്റിയ ആൾക്കാരെ ചികിത്സിക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ യുദ്ധവും വ്യാപാരം, അതൊരു കുന്നിൻ്റെ മുകളിലല്ലേ, ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കുറച്ച് അവിടെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് മരുന്നെടുത്തിട്ട് അവിടേക്ക് പോകണം. അപ്പം അത് ഈ പഴയ ശിലായുഗത്തിലെ സ്മാരകങ്ങളെ പരിചയപ്പെടുന്ന പാരിയന്നൂർ, മൂന്നാർ ഭാഗത്തുമൊക്കെ മുനിയറകളുണ്ട്. ശിലായുഗ കാലത്ത് സന്യാസിമാരോ തപസ്വികളോ എന്താണെന്നുള്ളതല്ലേ, പക്ഷേ മുനിയറ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞു വരുന്നത്. ആ മുനിയറയുടെ അതേ ഇതാണ്. ഇപ്പം പഴയ കാലത്ത് യോഗീശ്വരന്മാർ, നമ്മുടെ എല്ലാ നാട്ടിലെ ക്ഷേത്രങ്ങളിലും ഒരു ഭാഗത്ത് യോഗീശ്വരൻ്റെ പ്രതിഷ്ഠയുണ്ടാവും. പല ഇതിലും ചിലപ്പോൾ ഗുരു എന്നുള്ള സങ്കല്പത്തിലായിരിക്കും. എന്തായാലും അപ്പോൾ ഏത് നാട്ടിലും അങ്ങനെയുള്ള തപസ്വികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തപസ്വികൾ ഇരുന്ന മുനിയറയുടെ തുല്യമായിട്ടാണ് അത് ഈ മരുന്നറ എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ അവിടെ പക്ഷേ അപ്പോൾ അവിടെ ആർക്കിയോളജി മറ്റേ മരുന്നറ എന്നൊക്കെ കൊണ്ടൊരു ബോർഡ് വയ്ക്കുമ്പോൾ ഇത് എന്ത് അടിസ്ഥാനത്തിൽ ഇത് വയ്ക്കുന്നവർ? അല്ല, പൊതുവിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്നത് പലതും അവിടെ കാണിച്ചു കൊടുക്കുന്ന സാധനത്തിനെ സംരക്ഷിച്ച് ബോർഡ് വെച്ച് പോവുക എന്നുള്ളതല്ലാതെ അതിൽ ഗാഠമായിട്ടുള്ളൊരു പഠനമോ അന്വേഷണമോ ഒക്കെ ഇത്തരം സ്ഥലങ്ങളിൽ നടക്കുന്നത് വളരെ കുറവാണ്. ഇപ്പം എത്രയോ കാലം അതിനുശേഷം വലിയ പരിശ്രമങ്ങൾക്ക് ശേഷമാണല്ലോ അയോധ്യയിൽ മലയാളിയായിട്ടുള്ള നമ്മുടെ മുഹമ്മദ്ജിയുടെ ഒരു പരിശ്രമം കൊണ്ടാണ് അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു പര്യവേഷണം നടക്കുന്നത്. അങ്ങനെയാണ് അതൊരു ക്ഷേത്രഭൂമിയായിരുന്നു എന്ന് തിരിച്ചറിയപ്പെടുന്നത്. അതുവരെ എല്ലാ പഠനങ്ങളിലും ബോർഡിലും മറ്റുള്ള രീതിയിലുമൊക്കെ അത് ഈ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു വന്നിരുന്ന പള്ളിയായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അതായത് പറഞ്ഞുകൊണ്ട് ഇടയിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ കൃത്യമായ കാലത്ത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ, അയോധ്യ അതുപോലെ കൃത്യമായ കാലത്ത് തിരിച്ചു വന്നു തന്നെയാണോ? തീർച്ചയായിട്ടും. അത് പ്രകൃതി ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ തിരിച്ചു വരവിന് ശേഷമാണോ ഭാരതം ഒരു ഉയർച്ചയിലേക്ക് യാത്ര ആരംഭിച്ചത്? അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ, ക്ഷേത്രത്തിന് വേണ്ട പരിശ്രമം തുടങ്ങുമ്പോൾ തന്നെ ഭാരതത്തിലെ മാറ്റവും, അത് സാമൂഹികമായിട്ടുള്ള മാറ്റം, സാമ്പത്തികമായിട്ടുള്ള മാറ്റം എല്ലാം ആ കാലഘട്ടത്തിലാണ്. അവിടുത്തെ മൂർത്തിയും
ഈ വളർച്ചയും തമ്മിൽ എന്താ ബന്ധം? അവിടുത്തെ മൂർത്തി എന്നുള്ളതല്ല. കാരണം അത് ഭാരതത്തിലെ മൊത്തമുള്ള ദേവതകളും ഋഷിമാരും അനുഗ്രഹിച്ച മണ്ണാണ്. അപ്പോൾ ആ ദേവതകളെയും ഋഷിമാരുടെയും ഒക്കെ ഒരു ശക്തി നിങ്ങൾക്ക് പലതരത്തിലുള്ള പരിശ്രമങ്ങൾ കൊണ്ട് കുറച്ച് കാലത്തേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഛിദ്രമാക്കാനോ അത് അനുഗ്രഹിച്ച മണ്ണിനെ ശിഥിലമാക്കാനോ ഒക്കെ പറ്റും. പക്ഷേ അത് ആ പന്ഥാവിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നതുകൊണ്ടാണ്, ധർമ്മത്തിൽ നിന്ന് ആളുകൾ വിട്ടുപോകുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ വിട്ടുപോയാൽ പോലും ഈ ദേവതകൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ അതേ ധർമ്മമായിട്ട് തന്നെ പുനർജനിക്കുകയും അതേ രീതിയിൽ മറ്റുള്ള ധാർമ്മികമായിട്ടുള്ള കേന്ദ്രങ്ങളെയും ദേശത്തെയും ഒക്കെ രക്ഷിക്കാനും സമൃദ്ധിയിലേക്ക് നയിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഇപ്പോൾ തിരുനാവായയിലെ ഈ മഹാമാഘം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ യാദൃശ്ചികമായിട്ട് പ്രകൃതിയുടെ ഒരു തീരുമാനം പോലെ വലുതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും തിരുനാവായ വിട്ട ഒരു ചോദ്യത്തിലൂടെ പോട്ടെ. ഇപ്പോൾ പറഞ്ഞ പ്രകൃതിയുടെ ഒരു നിശ്ചയം എന്ന് പറഞ്ഞ പോലെ അങ്ങ് SFIയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ട് ഒളിഞ്ഞിരിക്കാൻ വേണ്ടി കുംഭമേളയിലേക്ക് പോയതായിട്ടൊരു കഥ കേട്ടിട്ടുണ്ട്. അതും പ്രകൃതി നിശ്ചയമായിരുന്നിരിക്കില്ലേ? അപ്പം അല്ല, എല്ലാം അങ്ങനെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതിന് ഒളിഞ്ഞിരിക്കാൻ പോയി എന്നുള്ളതല്ല. കാരണം അതുമൊക്കെ അത്തരം ബന്ധങ്ങളൊക്കെയുള്ള ആളുകൾക്കറിയാം. കാരണം ഒരു സമരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെയൊക്കെ നേരെ പോലീസ് കേസ് ചാർജ് ചെയ്യും. അതൊരു സമരകാലമായിരുന്നു. അപ്പോൾ അങ്ങനെ, അതായത് ഇവരെ പ്രത്യേകിച്ചൊരു ആ സമയത്ത് റിമാൻഡ് ചെയ്താൽ, ജാമ്യമില്ലാത്ത വകുപ്പുകളായിരിക്കും, റിമാൻഡ് ചെയ്താൽ അവർ നേതൃത്വത്തിലുണ്ടാവില്ല. അങ്ങനെ സമരം ശുഷ്കമാകും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസും നമ്മളെ, ഇതിപ്പോൾ രാഷ്ട്രീയം കൊണ്ടല്ല, ബന്ധങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ പല കാര്യങ്ങളിലും നമ്മളുമായിട്ട് പരസ്പരം ആശയവിനിമയമൊക്കെ നടത്തും. അപ്പോൾ നമ്മൾ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ മൂവ് ചെയ്യും. അപ്പോൾ ആ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 ആഴ്ച അതിനൊക്കെയുള്ള സമയമെടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസിൽ തന്നെ നമുക്ക് ബന്ധമുള്ള ആളുകൾ ഇങ്ങനെ പറയും, അത് പൊളിറ്റിക്കലായിട്ട് വലിയൊരു പ്രശ്നമുണ്ട്, കുറച്ച് നാളത്തേക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിന്നോളൂ. അപ്പോൾ നമ്മുടെ ഒരു കൗതുകത്തിന് അന്ന് അപ്പോൾ നാട്ടിൽ പോയി വീട്ടിൽ നിന്നാലും മതി, പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ കാണരുത് എന്നുള്ളൊരു സംഗതിയേ ഉള്ളൂ. നമുക്ക് വേറെ അങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴയ അങ്ങനത്തെ ഒരു ക്രിമിനൽ കുറ്റം നല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം പോലെയൊന്നുമില്ല. അവരുടെ നേരെ മുമ്പിൽ നമ്മളൊരു സമരത്തിൻ്റെ മുമ്പിൽ ഉണ്ടാവരുത്, മുമ്പ് പോയി നിൽക്കരുത്. സമരത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാവരുതെന്ന് മാത്രമേ പോലീസ് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ അവിടെ സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനും ഇല്ല. അപ്പോഴാണ് പത്രത്തിൽ അന്ന് ചെറിയ വാർത്തയാണ്, ഒരു ചെറിയ സിംഗിൾ കോളം, ഒരു 4-5 സെൻറ്റിമീറ്റർ വാർത്തയാണ്, പ്രയാഗ്രാജിലെ കുംഭമേള തുടങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കൗതുകം അതിന് അങ്ങോട്ട് പുറപ്പെടുന്നു എന്നുള്ള രീതിയിൽ അതും പ്രകൃതിയുടെ നിശ്ചയം തന്നെയാണ്. ദൈവം വട്ടപൂജ്യമായി നിൽക്കുന്ന സമയത്തല്ലേ പോക്ക്? തീർച്ചയായിട്ടും. ഈ പ്രാസോപിച്ച് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കാൻ പോയിട്ട് തെളിഞ്ഞു വന്ന ഒരാളാണ് പറയാം. പിന്നീട് എന്താണ് അവിടെ നിന്ന് ആ മണ്ണ് എന്താണ് നമ്മളിൽ പ്രവർത്തിച്ചത്? അല്ല, അന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതല്ല. ഇവിടെ നമ്മൾ ചെല്ലുന്നു, 5 ദിവസം 6 ദിവസം അവിടെ ഉണ്ടായി. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കിട്ടുന്നുള്ളതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടല്ല. താമസം ഇപ്പോഴൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ടെൻറ്റുകളിലൊക്കെ നമുക്ക് ചെന്ന് ചോദിച്ചാൽ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കയറി കിടക്കാമെന്ന്. പക്ഷെ നമുക്ക് സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓരോരുത്തരുടെയും സ്ഥലങ്ങളാണ്, നമുക്ക് പരിചയമൊന്നുമില്ല എന്നുള്ളതാണ്. ആളുകൾ അവിടെ അന്നത്തെ 5 രൂപയോ മറ്റോ എന്ന് തോന്നുന്നു, 5 രൂപയ്ക്ക് 2 വൈക്കോൽ കെട്ടും 1 കെട്ട് ചാണകവും വാങ്ങി ആ ചാണകം പുകച്ച് തണുപ്പിൽ നിന്ന് രക്ഷ നേടി വൈക്കോൽ കെട്ട് വിരിച്ച് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മണൽപ്പുറത്ത് കിടന്നുറങ്ങുന്നു. നമ്മളും അതുപോലെ അത് കിടന്നുറങ്ങി രാവിലെ പുഴയിൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ ചുറ്റി നടന്ന്. ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം ഓരോ സ്ഥലത്തും ഓരോ പരിപാടികൾ, പ്രഭാഷണങ്ങൾ, മണ്ടത്തരങ്ങൾ, ജനങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളായിട്ടാണ് അന്ന് തോന്നുന്നത്. അല്ല, അന്ന് മണ്ടത്തരമൊന്നും അല്ല, ഇതൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത എന്തോ നടക്കും, അത്രയാണ്. നമുക്കൊന്നും രസമുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നത് മനസ്സിലായാലാണല്ലോ അത് ശരിയാണോ തെറ്റാണോ മണ്ടത്തരാണോ. അങ്ങനെയൊന്നും മനസ്സിലാവുക എന്ന് പറയുന്ന ഒരു സംഗതി പോലെ സംഭവം മനസ്സിലാവാൻ ശ്രമിച്ചില്ല. അങ്ങനെ നടന്നു. അവിടെ മുഴുവൻ കറങ്ങി നടന്നു. എല്ലാ സ്ഥലത്തു നിന്നും ഭക്ഷണം കിട്ടുന്നുള്ളത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. ജാമ്യം കിട്ടി തിരിച്ചു പോന്നു. അല്ലല്ല, അത് ഒരു 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അന്ന് കാശിയിൽ ആ സമയത്ത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ കാശിയിലേക്ക് പോയി. പിന്നെ അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു 10 ദിവസം കൊണ്ടൊക്കെ ഹൈക്കോടതിയിൽ നിന്നുള്ള ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കാര്യങ്ങൾ ഓർഡർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു സമയം എടുത്തിട്ട് തിരിച്ചു വന്നു. അത്രയും. അപ്പോൾ കാശിയിൽ യൂത്ത് ഫെസ്റ്റിവലിൽ കണ്ട ഒരു പഴയ SFIക്കാരൻ അവിടെ ഈ പറഞ്ഞ അധിനിവേശ ശക്തികൾ പിടിച്ചടക്കിയ ഒരു കൊച്ചിൻ സത്രം തിരിച്ചു പിടിച്ചത് ഒരു കഥയുണ്ട്. അതൊന്ന് പറയാം, വിഷയങ്ങളൊന്നും മാറണം എന്നാലും. അല്ല, അത് പഴയ കാലത്ത് കൊച്ചി രാജാവ്, അത് ഇന്നിപ്പോൾ നമ്മൾ ചില രേഖകൾ പഴയ അവിടുത്തെ ചില ആശ്രമങ്ങളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ
അന്ന് ഉജ്ജയിൻ ഭാഗത്ത് നിന്ന് വന്ന ജ്ഞാനഭാസ്കരാനന്ദ സരസ്വതി അന്നത്തെ കേരളീയരിൽ നിന്ന് പണം പിരിച്ചാണ് കേരളത്തിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഈ സ്ഥാത്രത്തിന് വേണ്ടി സ്ഥലം വാങ്ങിച്ചതെന്നുള്ള ഒരു ഡോക്യുമെൻ്റ് ഇതിൻ്റെ ഇടയിൽ കാണുകയുണ്ടായി യാദൃശ്ചികമായിട്ട്. പക്ഷേ എന്നാലും എന്നിട്ട് കൊച്ചി രാജാവാണ് അതിന് ശിലാസ്ഥാപനം ചെയ്യുന്നതൊക്കെ. അതായത് കേരളത്തിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള സ്ഥലം വാങ്ങിയ ഒരു കെട്ടിടം പണിതു എന്നുള്ള നിലയിൽ. അത് മാത്രമല്ല, അപ്പോൾ അവിടെ കൊച്ചിക്കും തിരുവിതാംകൂറിനും ഒക്കെ കാശി രാജാവ് എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് എന്നുള്ളതാണ്. മറ്റെല്ലാ രാജാക്കന്മാരും കാശി രാജാവിൻ്റെ സദസ്യരാണ്. ഈ മുഹൂർത്ത ആചാര ഇവിടെ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്നത് ഭാരതത്തിന് മൊത്തം കാശി രാജാവാണ്. അപ്പം കാശി രാജാവിൻ്റെ സദസ്സിലാണ് മുഹൂർത്തം ആചാരം തുടങ്ങിയിട്ട് ഭാരതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഇതുള്ളത്. അപ്പോൾ അന്ന് അതിന് വേണ്ടിയിട്ട് കൊട്ടാരം പോലെ ഉണ്ടായിരുന്ന കേന്ദ്രങ്ങൾ അത് പിന്നീട് തീർത്ഥാടകർക്കുള്ള ഒരു സത്ര സൗകര്യമായി മാറി. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ദേവസ്വം ബോർഡുകളിലേക്ക് വന്നു ചേർന്നു. ദേവസ്വം ബോർഡുകൾ തിരിഞ്ഞു നോക്കിയില്ല, അത് നശിച്ചു പോയി. സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സ്വർണ്ണം ഇല്ലാത്തത് കൊണ്ടും രത്നം ഇല്ലാത്തത് കൊണ്ടും വേറൊരു തരത്തിലുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. എന്തായാലും അത് നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ സ്വർണ്ണം ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് അവിടെ വന്ന് ഇപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. കാരണം അന്ന് വളരെ നിസ്സാരമായിട്ടുള്ള കൂലിയും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പണിതിട്ടിരിക്കുന്നത് വളരെ ചെറിയ കുറച്ച് സൗകര്യങ്ങൾ മാത്രമല്ല, ഒരു 6 മുറിയും 2 ഡോർമെട്രിയൊക്കെ മാത്രമുള്ളൊരു സൗകര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ കോൺട്രാക്ടറെ കണ്ടെത്തിയത് അവിടുത്തെ ഒരു മുസ്ലിം ആളെയായിരുന്നു, ഫർദീൻ ഖാൻ എന്ന് പറയുന്ന ഒരാളെ. അത് പണിയൊക്കെ കഴിഞ്ഞിട്ട് വളരെ സന്തോഷപൂർവ്വം ഈ കോൺട്രാക്ടർക്ക് തന്നെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചു കൊടുത്തു. നടത്തിപ്പ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് അതൊരു ടെൻഡറോ മറ്റുള്ള നടപടിയോ ഒന്നുമില്ലാതെയാണ് അത് ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഗോഡൗണായിട്ട് സാരിക്കടയായിട്ട് നല്ല തിരക്കുള്ള സീസണിൽ അദ്ദേഹത്തിന് തോന്നിയ വാടകയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഇതായിട്ട് പേര് സത്രം അത് അങ്ങനെ നടത്തിപ്പോയി. മലയാളികൾക്കോ മലയാളി തീർത്ഥാടകർക്കോ യാതൊരു സൗകര്യമോ ഒന്നുമില്ലാതെ അദ്ദേഹം അവിടെ അത് എൻ്റെയാണ് എന്നുള്ള രീതിയിൽ ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടെ. ദേവസ്വം പരബ്രഹ്മം പോലൊരു സങ്കല്പമാണല്ലോ, എവിടെ നിന്ന് കാണാൻ. അത് പിടിക്കപ്പെട്ടാൽ ഞാനല്ല. അതെ. അറിവോടെയും ഒരു ചെറിയ വാടകയൊക്കെ വാങ്ങിച്ചത് രസമാണ്. അത് ആളുടെ അടുത്ത് നിന്ന് വാടകയേക്കാൾ കൂടുതൽ ആൾക്ക് ദേവസ്വം ബോർഡ് പൈസ കൊടുത്തിട്ടുണ്ട്, മെയിൻ്റനൻസ് മറ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടുപോയി. അപ്പോൾ പല സമയത്ത് നമ്മൾ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ മറ്റുള്ളവരിലൂടെ നടത്തിയിട്ടും അതാരെങ്കിലും അത് ശരിയാക്കുകയാണെങ്കിൽ നമ്മൾ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും പലർക്കും അതിനകത്തൊന്നും ഇടപെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളതൊരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈക്കോടതി ത്രൂ ദേവസ്വം ഓംബുഡ്സ്മാൻ ത്രൂ നമ്മളത് അതിൻ്റെ നടത്തിപ്പ് ഈ കുംഭമേളയുടെ ഒരു സമയത്ത് തന്നെ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോഴും അതിൻ്റെ ഈ ഇദ്ദേഹം വലിയ രീതിയിലുള്ള വൈദ്യുതി ബിൽ കുടിശ്ശികയൊക്കെ വരുത്തിയിരുന്നു. ഈ ഫർദീൻ ഖാൻ എന്ന മുസ്ലിം അല്ലേ, അത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കാലത്ത് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ അടുത്ത് വൈദ്യുതി ബില്ല് കുടിശ്ശികയൊക്കെ വരുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് പരിഹരിക്കുകയോ ആ കെട്ടിടം വളരെ രീതിയിൽ മോശമായിട്ട് നശിപ്പിച്ചിരുന്നു. അതിൻ്റെ മെയിൻ്റനൻസോ മറ്റുള്ള കാര്യങ്ങളൊന്നും വൃത്തിയായിട്ട് ചെയ്യുകയോ ഒന്നും ദേവസ്വം ബോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും വരുന്ന ആളുകൾക്ക് ആ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗം. നമ്മളിപ്പോൾ അവിടെ ഒരു അന്നദാനം എല്ലാ ദിവസവും ഏകദേശം ഒരു 200-നും 500-നും ഇടയ്ക്ക് ആളുകൾ അന്നദാനം നടത്തുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള മോഹൻജി ഫൗണ്ടേഷൻ്റെ മോഹൻജി ആ കാര്യത്തിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ചില കേരളത്തിൽ നിന്നൊക്കെയുള്ള ആചാര്യന്മാരൊക്കെ വന്നിട്ട് ചെറിയ രീതിയിലുള്ള ആധ്യാത്മിക ക്ലാസ്സുകളും സത്സംഗങ്ങളുമൊക്കെ അവിടെ നടത്തി വരുന്നുണ്ട്. ഉത്തര ഭാരതത്തിലെ UP-യിലുള്ള ആചാര്യന്മാരും അവിടെ അത്തരത്തിലുള്ള പൂജകളും ഭിക്ഷയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അങ്ങനെ ഒരു ധാർമ്മിക കേന്ദ്രമായിട്ട് ഇപ്പോൾ അത് നിലനിൽക്കുന്നു. പൊതുവെ കാശിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ഇത് തർപ്പണവുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ എന്തെങ്കിലും ഒരുക്കങ്ങൾ അവിടെ കേരളീയ രീതിയിൽ ചെയ്യാവുന്ന അതിനുള്ളൊരു ആചാര്യൻ അവിടെയുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ വേണ്ട ആളുകൾക്ക് അത് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ആ കേന്ദ്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റാത്ത ആളുകൾക്കും അപ്പോൾ ചിതാഭസ്മം അങ്ങോട്ട് അയച്ചു നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ പുരോഹിതർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചിലവും കാര്യങ്ങളും കൂടി അയച്ചു നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അത് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിതാഭസ്മം ഗംഗയിൽ നിമഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. ഫർദീൻ ഖാൻ എന്ന് പറയുന്ന അദ്ദേഹം സത്രം എന്ന പേരാണെങ്കിൽ പോലും വാടക വാങ്ങിയിരുന്നു, തോന്നിയ വാടക വാങ്ങിയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ വാടകയൊന്നുമില്ല. നിങ്ങൾക്കത് നടന്നു പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചില ആളുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ അന്നദാനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചില കോൺട്രിബ്യൂഷൻ ചില ആളുകൾ ചെയ്യാറുണ്ട്. ഇനി പ്രയാഗ്രാജിലേക്ക് പോയി ഒരു വൈക്കോലിൻ്റെ ഇതും എടുത്ത് പുറത്ത് കിടന്നിറങ്ങിയ ഒരാൾ കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിൽ ഇവിടെ നിന്ന് വരുന്ന മലയാളികൾക്കൊക്കെ ആയിട്ട്
ടെൻറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കേരളം പ്രയാഗ്രാജിലെത്തിയത്? എന്ത് മാജിക്കാണ് അവിടെ കാണിച്ചത്? അല്ല, അതും ഞാൻ ഈ കേരളത്തിലെ കുംഭമേളയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുംഭമേളകളിൽ ഈ 2001 തൊട്ട് അത് യാദൃശ്ചികമായിരുന്നെങ്കിലും പിന്നെ അതിൻ്റെ കൂടുതൽ അറിയുക, അതിൻ്റെ ഒരു താല്പര്യത്തിൽ അതിനുശേഷം ഈ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുംഭമേളകളിലും ഹരിദ്വാറിൽ, നാസിക്കിൽ, പ്രയാഗിൽ, ഉജ്ജയിനിലൊക്കെയുള്ള എല്ലാ കുംഭമേളകളിലും പങ്കെടുത്തിരുന്നു. അപ്പോഴൊക്കെ നമ്മളധികവും ആശ്രമങ്ങളിൽ, ടെൻറ്റുകളിലൊക്കെയാണ് താമസിക്കുക. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം, ശങ്കരാചാര്യസ്വാമികൾ വന്ന് ഇതൊക്കെ സംവിധാനം ചെയ്തിട്ട് പോയി, പിന്നെ ഒരു മലയാളിയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഇവിടുത്തെ ആശ്രമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്, ഇങ്ങനൊരു സംഗതി എന്തെങ്കിലും ചെയ്താൽ നന്നായിരുന്നു എന്ന്. പക്ഷേ ദൂരെയാണ്, ഭാഷ അറിയില്ല, അവിടെ ആളുകളില്ല, അങ്ങനെയുള്ള പരിമിതികൾ കൊണ്ടൊന്നും നടന്നിരുന്നില്ല. 500-1000 മലയാളികളൊക്കെയാണ് ഈ ഡൽഹി മലയാളിയും മുംബൈ മലയാളിയും ഒക്കെ ചേർന്നിട്ട് അവിടെ വരാറും കുംഭമേളകളിൽ. ഏത് കുംഭമേളയാണ്? ഏത് കുംഭമേളകളിലാണെങ്കിൽ. അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസത്തിനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ, നമ്മളുള്ളൊരു കാലത്ത് ആരും ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ കാശിയിലും നമ്മൾ കരുതിയതാണ്, നമ്മളവിടെയുള്ള കാലത്ത് നമ്മുടെ ഒരു കേന്ദ്രം ഇങ്ങനെ അധാർമികതയുടെ ഒരു വേദിയായിട്ട് നിൽക്കാൻ നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ചു. ഇപ്പോൾ ഇത് പ്രയാഗിലും നമുക്കൊന്ന് ഒരു ചെറിയ സംവിധാനം ഒരുക്കി നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ശ്രമം ചെയ്തു. അപ്പോൾ അവിടെ വലിയ രീതിയിൽ അതിപ്പോൾ നമ്മളൊന്നും കോർഡിനേറ്റ് ചെയ്തിട്ടോ നമ്മളുടെ ഒരു ഇതിൻ്റെ ഒന്നും ഭാഗമായിട്ടല്ല, അമൃതാനന്ദമയി അമ്മ വലിയ സേവാപ്രവർത്തനങ്ങൾ ചെയ്തു. ഒരു വലിയ ഹോസ്പിറ്റൽ തന്നെ അവിടെ തയ്യാറാക്കി, അത് സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലുണ്ടായി, വലിയ രീതിയിലുള്ള സേവാപ്രവർത്തനങ്ങൾ ചെയ്തു. നേരത്തെ പറഞ്ഞ മോഹൻജി ഫൗണ്ടേഷൻ, അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ഉണ്ടായിരുന്നു. ശ്രീ എമ്മിൻ്റെ കേന്ദ്രം ഉണ്ടായിരുന്നു. ഋഷികേശിൽ നിന്നുള്ള ഒരു സ്വാമിജി, അദ്ദേഹത്തിൻ്റെ ഒരു ഹരിദ്വാറിലുള്ള ഒരു മലയാളി, ഇവർ രണ്ടുപേരും മലയാളി സ്വാമിജിമാരാണ്, അവരുടെ ചെറിയ ശിബിരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഈ അഖാഡകളുടെ ഭാഗമോ കുംഭമേളയുടെ ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമല്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ചില സൗകര്യങ്ങൾ അവിടെ കുറവുണ്ടായിരിക്കാം. പക്ഷേ അഖാഡയുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്, കുംഭമേളയുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്, അഖാഡയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ശിബിരം ഉണ്ടായത്. അത് കേരളത്തിൻ്റെ ഒരു ആദ്യത്തെ പങ്കാളിത്തമാണ് ആ തരത്തിലുള്ളത്. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞ ഒരു പ്രകൃതിയുടെ ഒരു സമയം, കാലം ഒക്കെ കൊണ്ടുള്ള ഇച്ഛ കൊണ്ട് വലിയ രീതിയിൽ മലയാളികൾ സ്വീകരിച്ചു. ഒരു ഈ 1000 എന്നുള്ളതൊരു 10,000 ആയാൽ സന്തോഷം എന്നായിരുന്നു നമ്മുടെ മനസ്സിൽ. അത് 3 ലക്ഷത്തിലധികം മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടേക്ക് എത്തിച്ചേർന്നു. നമ്മൾ കേട്ടിട്ടൊന്നും പരിചയമില്ലാത്ത ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഒക്കെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നുപോയ ആളുകളുണ്ട്. അത് ഫ്ലൈറ്റ് വരിക, കുളിക്കാൻ പോവുക, നേരെ പ്രയാഗിൽ വരിക, പോവുക. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ വന്നു. നേരെ പ്രയാഗ്രാജിലോ കാശിയിലോ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പ്രയാഗിൽ വന്ന് കുളിച്ച് പോവുക എന്നുള്ള രീതി. അവിടെ സി.കെ. വിനീത് അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു. നേരെ അവിടെ വന്നിട്ട് മാതൃഭൂമി ഫെസ്റ്റിലാണ് അദ്ദേഹം അത് പ്രസ്താവന ഇറക്കിയത്. അവിടെ ഇറങ്ങിയിട്ട് ചൊറിയെന്ന് ഉറപ്പ് ഉള്ളതുകൊണ്ട് കുളിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വൃത്തികെട്ട സ്ഥലം, ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അവിടെ, ഞാൻ കണ്ടില്ല. എന്താണ് ഇവരുടെയൊക്കെ പുറകിലുള്ള ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഉദ്ദേശം? അത് പണ്ട് ഞാൻ മുമ്പ് പത്രപ്രവർത്തനമായിട്ട് ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു ആചാര്യൻ്റെ ഒരു സത്സംഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയുണ്ടായി. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ ഇടയിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളും കൂടിയുള്ളൊരു സമയമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ആ പ്രശ്നം ഉണ്ടായിരുന്ന ആളുകൾ അവർ സമസ്താപരാധം പറഞ്ഞുകൊണ്ട് ഒരു വിളിച്ചുവല്ലി പ്രായശ്ചിത്തൊക്കെ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, വർഷം, അതായത് മഴ പെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ അത് ശുദ്ധമായി ശേഖരിക്കേണ്ടവർക്ക് അത് അമൃതമായി മാറും. അത് അഴുക്ക് വെള്ളത്തിൽ വീണാൽ അത് അവിടെ അതിലുള്ള വെള്ളത്തിൽ അഴുക്ക് തന്നെയായിരിക്കും ഈ വീണ ഇതിലെന്നുള്ളത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നിങ്ങൾ കാണുക. അഴുക്കുള്ള ആളുകൾ അഴുക്ക് കാണും, ശുദ്ധിയുള്ള ആളുകൾ ശുദ്ധി കാണും. അഴുക്ക് ഇവിടെ ധാരാളം ഇല്ലേ? ഇതന്വേഷിച്ച് അവിടെ വരേണ്ട കാര്യമുണ്ടോ? അതെ, അതാണ്. അല്ല, ഇത്ര കഷ്ടപ്പെട്ട് അവിടെ അവരെവിടെ ചെന്നാലും അഴുക്കേ കാണും. എന്നിട്ട് അത് വിളിച്ച് പറയുകയും ചെയ്യില്ലേ, ഞാൻ മൊത്തം അഴുക്കാണ് കണ്ടത് അല്ലേ? അതിന് രണ്ടർത്ഥമുണ്ട്. അതുപോലെ തന്നെ ജോൺ ബട്ടാസിന് ഇതുപോലെ തന്നെ അത് അനാവശ്യമായിട്ട് ഒരു ജനവിഭാഗം ആർക്കും ഉപദ്രവം ചെയ്യാതെ വളരെ ശാന്തമായി പോയി കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് ശരിയല്ല, ഇതെന്തോ വലിയൊരു പ്രശ്നമാണ്, ഭാരതം നശിക്കുന്നു എന്ന മട്ടിൽ ഇങ്ങനെ വല്ലാതെ. സത്യത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളത് വിശദമായിട്ടൊന്ന് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്, കുംഭമേള ഭാരതീയ ധർമ്മത്തിൻ്റെ, ഹിന്ദു ധർമ്മത്തിൻ്റെ വലിയൊരു ശക്തി പ്രകടനമായിരുന്നു. ഇതിനെ എങ്ങനെങ്കിലുമൊക്കെ തകർക്കാം, ഇന്ന് തകർക്കും, നാളെ തകർക്കും, മറ്റന്നാൾ തകർക്കും നമ്മൾ എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുകയാണ് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സൗകര്യവുമില്ലാതെ
ഇതിനെതിരായിട്ടുള്ള ഇത്രയും അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ അല്ല കോടിക്കണക്കിന് ആളുകൾ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചൊഴുകി വരികയാണ്. ക്ഷണക്കത്തൊന്നുമില്ല, ഒന്നുമില്ല, ഓഫറിങ്ങും ഇല്ല. ഓഫറിങ്ങും ഇല്ല. അവിടെ ഏറ്റവും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. അല്ല, കുളിച്ച് കഴിഞ്ഞ് പോകുന്നവർക്ക് ഒരു തഴുതുള്ളി ചന്ദനം പോലും കൊടുക്കണം ഞാൻ കണ്ടില്ല. അല്ല അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഇപ്പം ചില ആശ്രമങ്ങളിലൊക്കെ അത് കൊടുത്തേക്കാം, അല്ലാണ്ട് കുംഭമേളയുടെ ഭാഗമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആശ്രമങ്ങളിൽ ആത്മാവിനെ കണ്ട് നമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും പ്രസാദം കൊടുത്തേക്കാം. അപ്പോൾ ചിലർക്ക് നമുക്കൊരു അന്നദാനം ചെയ്യണമെന്ന് തോന്നിയേക്കാം. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഒന്നുമില്ല. അവിടെ വരിക, കുളിക്കുക, സന്യാസിമാരുണ്ടെങ്കിൽ നമസ്കരിക്കുക, പോവുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും കോടിക്കണക്കിന് ആളുകൾ വരുന്നത് ഈ ഒരു ശക്തിയുടെ പ്രകടനമായിട്ടാണ് കാണുന്നത്. അത് അവരെ ഭയപ്പെടുത്തി. ആഹ്വാനം ചെയ്ത് നടത്തിയ പ്രകടനമല്ല, അല്ല, മതിൽ കെട്ടിയതല്ല, അല്ല. അപ്പം അത് അവരെ ഭയപ്പെടുത്തി, അത് അവരിൽ വലിയ ആധി ഉണ്ടാക്കി, വെപ്രാളുണ്ടാക്കി, തകരണമെന്ന് ആഗ്രഹിക്കുന്നവർ. മുങ്ങിച്ചാവാൻ പോകുന്ന അവരുടെ കൈകാലിട്ടടിക്കലാണ് നമ്മൾ ആ ബഹളമായിട്ട് കണ്ടത്. ഇപ്പോൾ പുഴയപ്പം അങ്ങോട്ട് കൊന്നു കളയുന്നുള്ള ഭാഗത്തിലാണ് നമുക്ക് ചിലപ്പോൾ തോന്നുക പുറത്തുനിന്ന്. അങ്ങനെയല്ലാതെ മുങ്ങിച്ചാവാൻ പോകുന്ന ആളുകളുടെ കൈകാലിട്ടടിക്കലാണ്.